ഗ്രീൻ കുട്ടികളുള്ളതുകൊണ്ട് ഒരു ചില്ലി മതിയാവും അല്ലേ? സ്പൈസി കുറച്ചിട്ട് മതിയോ? ഇത്ര ഐറ്റം മതിയാവും. ഇനി നമുക്ക് എന്താ ഉള്ളത് നോക്കാം. കോക്കനട്ട് മിൽക്ക് വേണം. അപ്പം മിൽക്ക് പൗഡർ ഉണ്ട് 2 പാക്കറ്റ്സ്. അപ്പം നമുക്കതൊരു മിക്സിയിലേക്ക് ഇട്ടിതും എല്ലാം കൂടെ ചെയ്തിട്ട് ഒരു ബ്ലെൻഡ് ചെയ്യുക. അതിന് പോംഫ്രെറ്റ് നമ്മുടെ ക്ലീൻ പോംഫ്രെറ്റാണ് ഓൾറെഡി നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പോംഫ്രെറ്റ് ഉണ്ട്, നമ്മുടെ മിസ്സംബ്ലാസ് എല്ലാം റെഡിയാണ്. 2 പാക്കറ്റ്സ് കോക്കനട്ട് മിൽക്ക് ഉണ്ട്, മിക്സിയുടെ ജാർ റെഡിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വെച്ചിട്ട് ഗ്രീൻ ചില്ലി ഗാർലിക് ഒരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കുക. കോക്കനട്ട് മിൽക്കും കൂടി ഇട്ട് ഒരു വെള്ളം ഒഴിച്ച് നമ്മളൊരു എന്നിട്ട് അതിലേക്ക് പോംഫ്രെറ്റ് ഇട്ട് കുക്ക് ചെയ്യുക. ദെൻ ഫിനിഷ് വിത്ത് പിമെൻറ്റോസ്. ഇത് തായ് കറി റിലേറ്റഡ് എന്തെങ്കിലും ആണോ? ഇല്ല, ഇത് നമ്മളിപ്പോൾ കേരള സ്റ്റൈലിൽ തായ് കറി പോലെ ഉണ്ടാക്കാന്ന് വെച്ചിരിക്കണം. കർലീസ് ഉള്ളത് ഗ്രീൻ കറി പേസ്റ്റ് ഇത് റെഡിയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, നമുക്ക് പേസ്റ്റ് ഇപ്പോൾ പുട്ടാണ്. ഇതിപ്പം നല്ല ചെമ്പ പുട്ട് പൗഡർ നമുക്ക് റെഡിയുണ്ട്. അപ്പം നമ്മുടെ പോംഫ്രെറ്റിൻ്റെ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് ടുഗദർ. അപ്പം നമുക്ക് തേങ്ങയുണ്ട്. ഇപ്പം പുട്ട് നനച്ച് അറിയാമല്ലോ, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ പുട്ട് മോൾഡിലൊക്കെ ആക്കുന്നൊരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയി കാണും അല്ലേ? ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല ഗാർലിക്കിൻ്റെയും പാസ്ലിയുടെയും ഓർഗാനോസ് ആൻഡ് ഒലിവ് ഓയിൽസ് ഡെഫിനറ്റ്ലി ദേ ലൈക്ക്. അതിൻ്റെ കൂടെ ക്രീമും കൂടെ ആകുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പ്ലെയിൻ പംകിൻ സൂപ്പ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പ്ലെയിൻ കുറച്ച് ക്രീംസും കുറച്ച് ചീസും മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ചിക്കൻ ആഡ് ചെയ്യണം. നമ്മൾ ആൾറെഡി പറഞ്ഞു നമ്മൾ റോസ്റ്റഡ് പംകിൻ ആൻഡ് ഗാർലിക് വിത്ത് ചിക്കൻ. കുറച്ച് ചിക്കൻ ചോപ്പ് ചെയ്തിട്ട് സൂപ്പിലേക്ക് ആഡ് ചെയ്ത് ഡയറക്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്യുക. പംകിൻ നല്ല റോസ്റ്റഡ് പംകിൻ വിത്ത് ഹെർബ്സ് ആൻഡ് ഗാർലിക്. അല്ല, ഓയിൽ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് കുറച്ച് ക്രീംസും മിൽക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള കുറച്ച് റസ്റ്റിക് ചങ്ക്സ് കിടക്കട്ടെ. ചിക്കൻ ആഡ് ചെയ്യണം. നമുക്ക് സീസണിങ് ടേസ്റ്റ് നോക്കണം. പിന്നെ കുറച്ച് ക്രീംസും കൂടെ ആഡ് ചെയ്യണം. ഞാൻ അപ്പോഴത്തേക്ക് പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സിയോ ഫ്രൈ ആണോ അതോ എങ്ങനെയാ ചെയ്യേണ്ടത്? നല്ലോണം ഓയിൽ ഒഴിക്കും. കാരണം ഡീപ് ഫ്രൈ ആണ്, അല്ലെങ്കിൽ അതിന്റെ ക്രംസ് ആയി പോകും ഓൾറെഡി. അല്ലെങ്കിൽ ചീസ് വെളിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സീസണിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പാസ്ലിയും കൂടെ നമുക്ക് ടോപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുക്ക് ആവേണ്ടി. ഓൾറെഡി കുക്ക്ഡ് റോസ്റ്റഡ് ആണ്. ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ആയാൽ മതി. ക്രീംസും കൂടെ ഒന്ന് കുക്ക് ആയാൽ മതി. ഇത് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചീസ് ലൈസ് നമ്മുടെ റെഡി ഉണ്ട്. സൂപ്പിനൂടെ സെർവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ബ്രെഡ് വിത്ത് ചീസ്, ടോസ്റ്റ് ബ്രെഡ് വിത്ത് ചീസ് നമുക്ക് ബേക്ക് അതൊന്ന് നല്ല ടോസ്റ്റ് ചെയ്തെടുക്കാം. അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിംഗർ ടൈപ്പ്. എപ്പോഴും നമ്മുടെ സൂപ്പ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കുമല്ലോ. അല്ല, റസ്റ്റിക് സൂപ്പ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം അല്ലേ? ചുമ്മാ കളർഫുൾ ആണ്. ഗ്രീൻ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു കളർഫുൾ ആയിട്ട് നല്ല തിക്കാണോ ഈ ഗ്രീൻ? കുറച്ച് നല്ല തിക്കാണ്. അപ്പോൾ നല്ല ഫിഷിൽ നല്ല റാപ്പ് ചെയ്തിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം വിശക്കുന്നവർക്കുള്ള ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. റാമാങ്കോസ് ഫിൽഡ് വിത്ത് ലിച്ചീസ്. അപ്പോൾ കഴിക്കുമ്പോൾ
ഇത് ചരിച്ച് പെതുക്കെ സിപ്പ് ചെയ്ത് കഴിക്കുക. അപ്പോൾ 2 ലിച്ചി ജ്യൂസും മാംഗോസും പെതുക്കെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് വരും. ആ ചിക്കൻ കഴിച്ചു. തരാലോ, മൊത്തം മോക്കുള്ളതാണ്. മാംഗോയും ലൈമും ഐസ്ക്രീംസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക്. അത് റോ മാംഗോസ് സർബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി, എല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സൂപ്പ് റോസ്റ്റഡ് പംകിൻ വിത്ത് ഗാർലിക് ആൻഡ് ചിക്കൻ ക്രീംസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രീം പോലത്തെ ഒരു സൂപ്പാണ്. അതിൻ്റെ കൂടെ ടോസ്റ്റ് ബ്രെഡ്സ് ഉണ്ട്. പിന്നെ ഇത് സോസേജ് ആൻഡ് ചീസ് ഫിൽഡ് ക്രം ഫ്രൈഡ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. മോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, നമ്മൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി. പിന്നെ ഇത് നമ്മൾ പുട്ട് ഉണ്ടാക്കി നമ്മുടെ മോൾഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് കറക്റ്റ് മോൾഡ്. ഇത് പോംഫ്രെറ്റ് നമ്മൾ ട്രഡീഷണൽ ഒരു കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഹോട്ടലിൽ കുക്ക് ചെയ്യുന്ന ഒരു പറ്റില്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേത് ഹോട്ടലിലാകുമ്പോൾ കയ്യെത്തും ദൂരത്തെല്ലാം ഉണ്ട്. Definitely. So thank you so much for actually letting us come here, cook a meal for you all. I hope you all have enjoyed the food, just like we enjoyed cooking over here. Okay, so keep watching our show. Okay, and we'll make a move right now. നിങ്ങൾ എല്ലാവരും പതുക്കനെ ഒന്ന് കഴിച്ച് ഇട്ടാൽ മതി. Okay? Thank you. And thanks to you too, because you really made a difference to the day. Thank you. We always have busy schedules everywhere. So it's anyway a break from the busy schedule and also having some fun and plus With family. See you all. Thank you so much, the entire team. I thank all of you for coming and being with us for 3 hours. All right. Thank you so much. We're always Thank happy to you. become a Have a part of your wonderful family. time. Happy Diwali once again too. Yeah. Thank you. You're always welcome to Olive Downtown. All right. So that was another episode of Food to See You with me and Benjamin and our chef Faisal from Olive Downtown. So we'll catch you next week in another house with some new exciting dish. He's already posting and he's ready to say bye. So I'm not going to take up his time. So bye. We'll see you next week. Bye.